അടുത്തതായി നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനെത്തുന്നത് ശ്രീ ടി.കെ. ഗോവിന്ദൻ എം.എൽ.എ. ആണ്. അദ്ദേഹം തളിപ്പറമ്പ് എം.എൽ.എ. ആണ്. UDF സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് തളിപ്പറമ്പിൽ തിളക്കമാർന്ന വിജയം നേടിയ ശ്രീ ടി.കെ. ഗോവിന്ദൻ ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദവി തന്നെ അപ്രതീക്ഷിതമായിരിക്കും. ഏറെ ജീവിതത്തിലുടനീളം CPM സഹയാത്രികനായിരുന്ന ടി.കെ. ഗോവിന്ദൻ അപ്രതീക്ഷിതമായി UDF സ്വതന്ത്രനായി നിയമസഭയിലെത്തുന്നു എന്ന വളരെ വലിയ പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ വലിയ പോരാട്ടം നടന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു തളിപ്പറമ്പ് എന്ന് പറയുന്നത്. അവിടെ PK ശ്യാമളയോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് വലിയ വിജയം നേടി ജനങ്ങൾ അദ്ദേഹത്തെ തളിപ്പറമ്പ് MLA ആയി നിയമസഭയിലേക്ക് അയക്കുന്നു. ശ്രീ ടി.കെ. ഗോവിന്ദൻ തളിപ്പറമ്പ് MLA നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണ്. നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സംസ്ഥാന നിയമസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 16-ാം നിയമസഭയുടെ സമ്മേളനവും ഔദ്യോഗികമായി ഇന്ന് തുടങ്ങുകയാണ്. അവിടെ 140 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. ശ്രീ C.K. ഹരീന്ദ്രൻ MLA സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അങ്ങനെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പുണ്ട്, അത് നാളെ നടക്കുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് BJPയും സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. BB ഗോപകുമാർ ആയിരിക്കും BJP സ്ഥാനാർത്ഥി എന്നുള്ള വിവരങ്ങൾ കൂടെ വരികയാണ്. അപ്പോൾ UDFന്റെ സ്പീക്കർ കാൻഡിഡേറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ കാൻഡിഡേറ്റ് ഷാനിമോൾ ഉസ്മാനാണ്. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കൂടി നിയമസഭയിൽ നടക്കും. ഇപ്പോൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. G. സുധാകരനാണ് അമ്പലപ്പുഴ MLA. G. സുധാകരനാണ് പ്രോട്ടം സ്പീക്കറായി ഇന്ന് നിയമസഭയിലുള്ളത്.